നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും. സോ അതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സോ ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് മോഡലിലേക്ക് പോവാണ്. സോ നെക്സ്റ്റ് മോഡലാണ് സ്പൈറൽ മോഡൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലാണ്. നമ്മൾ നേരത്തെ നോക്കിയ ഇൻക്രിമെന്റൽ മോഡലൊക്കെ നമുക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ലാസ്റ്റ് പഠിച്ച ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മോഡൽ, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് വന്നാൽ തന്നെ ഓരോ 2 മാർക്കിലൊക്കെ വന്ന് ചോദിക്കുന്നല്ലോ ട്രയൽ ആൻഡ് എറർ എല്ലാം. പക്ഷെ സ്പൈറൽ അങ്ങനെയല്ല. സ്പൈറലും വാട്ടർഫോൾ മോഡലും, ഈ 2 മോഡലും റിപ്പീറ്റഡ് ആയിട്ട് ലോങ് ആൻസറിൽ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മുടെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നത്. അതിൽ വാട്ടർഫോൾ ഉണ്ടായിരുന്നു, സ്പൈറൽ ഉണ്ടായിരുന്നു. സോ ഈ 2 മോഡൽ ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കുമ്പോ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഒഴിവാക്കിയിട്ട് പഠിക്കരുത്. ശരി. സോ ഇവിടെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. സ്ക്രീൻഷോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഡയഗ്രാമില് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡയഗ്രാം ഡ്രോ ചെയ്യുമ്പോ സ്പൈറൽ ക്ലോക്ക് വൈസ് ആണ് അല്ലെ. ക്ലോക്ക് വൈസ്, അത് ക്ലോക്ക് പോണ പോലെ ആ ഒരു ഡയറക്ഷനിലാണ് അല്ലെ. സോ ആ സ്പൈറൽ ഡ്രോ ചെയ്യുമ്പോൾ ഒരേ കാരണവശാലും തിരിച്ച് നിങ്ങൾ ഡ്രോ ചെയ്യരുത്. തിരിച്ച് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നിങ്ങൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരാന്ന് വെച്ചാല്, നമ്മളെ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ ഫേസസ് ഒക്കെ റിവേഴ്സ് ഓർഡറിലായി പോകും. ഫസ്റ്റ് മെയിന്റനൻസ്, പിന്നെ ടെസ്റ്റിംഗ്, പിന്നെ ഇംപ്ലിമെന്റേഷൻ, പിന്നെ ഡിസൈൻ, പിന്നെ അനാലിസിസ്, അങ്ങനെയായി പോകും. സോ സ്പൈറൽ ഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിപ്പോ ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന്, എന്നാലും നിങ്ങൾ എക്സാമിൽ ഡ്രോ ചെയ്യുമ്പോൾ നോക്കണം, കുറെ പേര് തിരിച്ചാവും ഡ്രോ ചെയ്യാം. സോ ക്ലോക്ക് വൈസ് വേണം സ്പൈറൽ മൂവ് ചെയ്യാൻ. സോ നമുക്ക് ക്ലോക്കിന്റെ സൂചി എങ്ങനെയാണ് പോണത്, ആ ഡയറക്ഷനിൽ വേണം സ്പൈറൽ ഡ്രോ ചെയ്യാൻ. ശരി. അടുത്ത കാര്യം, ഈ സ്പൈറൽ നിങ്ങൾ ഡ്രോ ചെയ്യുന്നത് ബേസിക്കലി ഒരു ഗ്രാഫിന്റെ ഒറിജിനിൽ വെച്ചാണ് ഡ്രോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ മാത്സിലെല്ലാം, അതുപോലത്തെ ഒരു ഗ്രാഫിന്റെ ഒറിജിനിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ സ്പൈറൽ ഡ്രോ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഗ്രാഫിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. സോ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിവ്യൂ എന്നാണ്, വൈ ആക്സിസ് പറഞ്ഞു കഴിഞ്ഞാല് കോസ്റ്റ് എന്നാണ്. സോ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സോഫ്റ്റ്വെയറിൽ അല്ലെ ചെറുതായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുക അല്ലെ. ആദ്യം ഒരു ഫീച്ചർ ആഡ് ചെയ്തു, അതിനുശേഷം രണ്ടാമത്തെ ഫീച്ചർ ആഡ് ചെയ്തു, പിന്നെ അടുത്ത ഫീച്ചർ ആഡ് ചെയ്തു. അങ്ങനെ ഓരോ റിവ്യൂവിലും നമ്മൾ ഓരോ ഫീച്ചർ ഇല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഓരോ ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ ടെസ്റ്റിംഗും സംഭവമൊക്കെ ആ ഫീച്ചറിന് കൺസിഡർ ആയിട്ടുള്ള ടെസ്റ്റിംഗും സംഭവമൊക്കെ നമ്മൾ അപ്പൊ തന്നെ ചെയ്യും. നമ്മൾ ഈ മാതിരി ഓരോ റിവ്യൂ നടത്തുമ്പോഴും ഓരോ ഫീച്ചർ ആഡ് ആവും. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് ഓരോ റിവ്യൂ നടത്തുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എഫേർട്ട് വരും. സോ ബേസിക്കലി കോസ്റ്റും ഇൻക്രീസ് ആവും. സോ എക്സ് ആക്സിസിൽ റിവ്യൂ എത്രമാത്രം കൂടുന്നോ അത്രമാത്രം വൈ ആക്സിസിൽ അതിന്റെ കോസ്റ്റ് ഇൻക്രീസ് ആവും. ഓക്കെ ആണോ? ശരി. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് സാധാ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ക്വാഡ്രന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, 4 ക്വാഡ്രന്റ് ഉണ്ട്. സോ ഈ 4 ക്വാഡ്രന്റ് എന്തൊക്കെയാണ്, അതിന്റെ പേരെന്താണ്, അതിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ താഴെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എഴുതി വെക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ് പറഞ്ഞ ക്വാഡ്രന്റ് അല്ലെ. അവിടെ നമ്മൾ എന്താ ചെയ്യുക, അനാലിസിസ് ഫേസ് ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. അനാലിസിസ് ഫേസ് ആയിരിക്കും ഇവിടെ നമ്മൾ നടപ്പിലാക്കാം. സോ അതാണ് ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ എന്താ അല്ലെ, നമ്മുടെ ഉദ്ദേശം. സോ എന്താണ് നമ്മുടെ ഉദ്ദേശം, നമ്മൾ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത്തരം ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ക്വാഡ്രന്റ് നമ്മൾ കൊടുക്കാം. സോ അതാണ് ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്. സോ ബേസിക്കലി അനാലിസിസ് എന്ന് പറയാം. അതിന്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ആയിട്ട് ടോപ്പ് റൈറ്റ് സൈഡില്
ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് റിസ്ക് എന്ന് പറഞ്ഞുള്ളൊരു ഫേസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മള് സ്പൈറൽ മോഡലില് നമ്മൾ ഇതിലേക്ക് പഠിച്ച പോലെയുള്ള അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ടെസ്റ്റിംഗ്, മെയിന്റനൻസ് എന്ന പേരിൽ അല്ല നമ്മൾ ഫേസസ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പഠിച്ചിരുന്ന ഫേസസ് അങ്ങനെയായിരുന്നു. സോ ഇവിടെ അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ടെസ്റ്റിംഗ്, മെയിന്റനൻസ് എന്ന പേര് അല്ല ഉപയോഗിക്കുന്നത്. സോ അനാലിസിസിന് പകരം നമ്മൾ എന്താ ഉപയോഗിച്ച പേര്? ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്. സോ ഡിസൈൻ പറഞ്ഞ ടേം നമുക്കിവിടെ കാണില്ല, ഇംപ്ലിമെന്റേഷൻ എന്ന ടേം ഇവിടെ കാണില്ല. സോ ഡിസൈനിന്റെ പകരമാണ് ഐഡന്റിഫൈ, റിസോൾവ് റിസ്ക് പറഞ്ഞ സംഭവം നമ്മൾ പറയുന്നത്. കേട്ടോ? ശരി. സോ ഇവിടെ ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് റിസ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? ശരി, അതിന് ഫസ്റ്റ് റിസ്ക് എന്താണെന്ന് അറിയണം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാല് നമ്മളെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു തടസ്സം, നമ്മൾ പ്രോജക്റ്റ് ഡെവലപ്പ് ആവാൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിസ്ക് എന്ന് പറയാം. സോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഫീസിബിലിറ്റി അല്ലെ, ടെക്നിക്കൽ ഫീസിബിലിറ്റി, എക്കോണമിക് ഫീസിബിലിറ്റി എന്നൊക്കെ പഠിച്ചിരുന്നു. അതൊക്കെ ഒരു റിസ്ക് ആണ്. ശരി. സോ അത്തരം റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കാം. സോ അതാണ് ഇവിടെ സെക്കൻഡ് ഫേസ് വരുന്നത്. ഈ പറഞ്ഞ റിസ്ക് അനാലിസിസ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് നമുക്ക് തനിയൊരു ടോപ്പിക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ മോഡൽസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് മോഡ്യൂളിന്റെ അവസാന ഭാഗമായിട്ട് നമുക്ക് തനിയെ ടോപ്പിക് ആയിട്ട് വരും. നിങ്ങൾക്ക് അംബ്രല ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി തന്നെ റിസ്ക് മാനേജ്മെന്റ് ആണ്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അപ്പം നോക്കാം. ഇപ്പോഴത്തേക്ക് റിസ്ക് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം. സോ അത്തരമൊരു റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്യാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ശരി. സോ ആ ഒരു ഫേസില് അല്ലെങ്കിൽ ആ ഒരു ക്വാഡ്രന്റിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കും. നമ്മൾ പ്രോജക്ട് ഡെവലപ്പ് ആവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്, അത് മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം. ക്ലിയർ ആണ് വിചാരിക്കണം. ശരി. നെക്സ്റ്റ് മൂന്നാമത്തെ ഫേസ്, അത് നമുക്ക് ബോട്ടം റൈറ്റ് സൈഡിലുള്ള ക്വാഡ്രന്റ്, അതാണ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. രണ്ടും കൂടി ഒരുമിച്ച് എഴുതിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും അല്ലെ. സോ നമ്മളെ ഇംപ്ലിമെന്റേഷൻ ഫേസ് എല്ലാം ഇവിടെ വരാം. സോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് അതിന് ടെസ്റ്റും ചെയ്യും നമ്മൾ അവിടെ തന്നെ. ടെസ്റ്റിംഗ് ഫേസും കൂടി ഇവിടെ വരും. സോ നമ്മൾ ടെസ്റ്റ് ഓരോ സംഭവം കോഡിംഗ് ചെയ്തുണ്ടാക്കും, അതിനുശേഷം അത് ടെസ്റ്റ് ചെയ്യും അല്ലെ. വീണ്ടും അടുത്ത സംഭവം കോഡിംഗ് ചെയ്തുണ്ടാക്കും, അതും ടെസ്റ്റ് ചെയ്യും. സോ ആ രീതിക്കായിരിക്കും ഇവിടെ തേർഡ് ഫേസ് ഉണ്ടാവുക അല്ലെ, ബോട്ടം റൈറ്റ് സൈഡിലുള്ള ഫേസ്. സോ ബേസിക്കലി ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. ഇതുവരെയ്ക്ക് നമ്മൾ തീരുമാനിച്ച സംഭവങ്ങൾ അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്തു, അതിലുള്ള റിസ്ക് നോക്കി. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാ? ഡെവലപ്മെന്റും ചെയ്യും, ടെസ്റ്റിംഗും ചെയ്യും. സോ അതാണ് നമുക്ക് തേർഡ് ഫേസിൽ വരുന്നത്. അതും കഴിഞ്ഞാൽ ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഐറ്ററേഷനുള്ള പ്ലാനിങ്. സോ അടുത്ത ഐറ്ററേഷനിൽ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ളതിന് ചെറുതായിട്ട് നമ്മൾ തീരുമാനിക്കും. ഇനിയിപ്പോ അടുത്ത് നമ്മൾ എന്താ ചെയ്യാത്? ശരി, അടുത്ത ഈ പറഞ്ഞ ഫീച്ചർ ആഡ് ചെയ്യണം എന്നാ ശരി, ആ ഫീച്ചറിന്റെ അനാലിസിസ് നടത്താം, അതിന്റെ റിക്വയർമെന്റ് എലിസ്റ്റേഷൻ നമുക്ക് നടത്താം. പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവിലേക്ക് പോകും. സോ ഈ പറഞ്ഞ 4 ഫേസസ് ആണ് നമുക്ക് സ്പൈറൽ മോഡലിൽ വരുന്നത്. ശരി, ഇവിടെ നമ്മൾ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് റൈറ്റ് സൈഡിലുള്ള ക്വാഡ്രന്റ് ഒന്നുകൂടി നോക്കാം. നമ്മളെ ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് റിസ്ക് പറഞ്ഞ ക്വാഡ്രന്റ്. സോ അതിന്റെ ഉള്ളിൽ ചെറിയ പോർഷൻ ഓഫ് നമ്മളെ ആ പറഞ്ഞ സ്പൈറൽ ഗ്രോത്ത് അല്ലെ, അതിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടും പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ടും. സോ റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവിടെ ആ ഒരു ഫേസിന്റെ ആ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മള് എന്തൊക്കെ റിസ്കുകൾ ഉണ്ട്, അതിനെങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് നോക്കിയതിന്റെ ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യണത്.
മനസ്സിലുണ്ട്. പ്രോട്ടോടൈപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു സാമ്പിൾ സോഫ്റ്റ്വെയർ ആണ്, ഡമ്മി സോഫ്റ്റ്വെയർ ആണ്. സോ ആ രീതിയിൽ ഡമ്മി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സാമ്പിൾ വർക്കിംഗ് മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? റിസ്ക് അനാലിസിസ് നടത്തും എന്നാണ് അർത്ഥം. ശരി. സോ ഇതാണ് ബേസിക് ആയിട്ട് സ്പൈറൽ മോഡൽ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണോ? ബൈ ചാൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതുവരെയ്ക്കുള്ള ഈ പറഞ്ഞ വോയിസ് നോട്ട് നിങ്ങൾ ഒന്നും കൂടിയും കേൾക്കാം. അതിനുശേഷം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതുവരെയ്ക്കുള്ള വോയിസ് ഒന്നുകൂടി നിങ്ങൾ കേട്ടു നോക്കാം. ആ ഡയഗ്രാം ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതുവരെയ്ക്കുള്ള വോയിസ് ഒന്നുകൂടി കേട്ടു നോക്കാം, മനസ്സിലാവും. ശരി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സ്പൈറലിന്റെ അറ്റം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എറർ മാർക്കിന്റെ റിലീസ്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യേണ്ടത്. സോ നമ്മള് ഇതിന്റെ ഫ്ലോ നമുക്കൊന്ന് നോക്കാം, ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഫസ്റ്റ് ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്. ശരി, ഇവിടെ ഈ ഒരു ഡയഗ്രാമില് ഇതൊരു സ്റ്റുഡന്റിന്റെ നോട്ടാണ്. സോ ഇതിൽ ഈ ഡയഗ്രാമില് ആ സ്പൈറൽ തുടങ്ങിയിരിക്കുന്നത് സെന്റർ പോയിന്റിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് നോക്കാം. നിങ്ങള് തുടങ്ങിയിരിക്കുന്നത് ശരിക്കും ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ് വെച്ചാൽ തുടങ്ങേണ്ടത്. സോ അത്തരം തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നേരെ സെക്കൻഡ് ഫേസിൽ പോയിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. സോ ആ കറക്ഷൻ നിങ്ങൾ വരുത്താം. സോ ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവിന്റെ അവിടെ നിന്നാണ് ഈ സ്പൈറൽ അല്ലെ നമ്മളെ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ എന്താ ശരിക്കും ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് റിസ്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഒന്ന് ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ് ചെയ്തു അല്ലെ. അതിനുശേഷം അതിൽ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്തു. അതിന്റെ ബേസിസിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അല്ലെ. പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോ ഒരു സാമ്പിൾ മോഡൽ അല്ലെ. അതിന് വേണ്ടിയിട്ടൊരു കോഡിംഗ് ഇംപ്ലിമെന്റേഷൻ എല്ലാം ചെയ്ത് ടെസ്റ്റ് ചെയ്തു. ഇനി അടുത്ത ഫീച്ചർ എന്താണോ അത് നമ്മൾ പരിഗണിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വീണ്ടും ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ് ചെയ്യും. അത് ബേസിക്കലി അനാലിസിസ് വീണ്ടും ചെയ്യും. വീണ്ടും റിസ്ക് നോക്കും. റിസ്ക് ഓവർകം ചെയ്തതിനു ശേഷം നമ്മൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇംപ്ലിമെന്റേഷനും ടെസ്റ്റിംഗും എല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഫീച്ചർ എന്താണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ഫർദർ എന്ത് ഡെവലപ്മെന്റ് ആണ് നടത്തേണ്ടത്, അത് വീണ്ടും പ്ലാൻ നെക്സ്റ്റ് ഐറ്ററേഷൻ വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്യും. വീണ്ടും ആ മൂന്നാമത്തെ ഫീച്ചറിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യും. അതായത് എന്താ അനാലിസിസ് നടത്തും. അങ്ങനെ പോകും. എന്നാണ് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഉൾക്കൊള്ളിച്ച് കഴിയുന്നത് നമ്മുടെ പ്രോഗ്രാമില് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ, അന്ന് പിന്നെ നമുക്ക് അടുത്ത ഈ പറഞ്ഞ പ്ലാൻ നെക്സ്റ്റ് ഐറ്ററേഷൻ ഉണ്ടാവില്ല. 10 ഫീച്ചറുള്ളൂ, 10 നമ്മൾ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഐറ്ററേഷനിൽ നമുക്ക് 11ാമത്തെ ഫീച്ചറിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞു, അത്രേ ഉള്ളൂ, 10 ഉള്ളൂ. സോ നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്യും? റിലീസ് നടത്തും. നമ്മുടെ സോഫ്റ്റ്വെയറിനെ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യും. കേട്ടോ? ശരി.